കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിന് പോർക്കിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇട്ട് കൊടുത്തേക്കുള്ളൂ ഞാൻ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരല്പം ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 സ്പൂൺ ഇടുന്നുള്ളൂ ആ സ്പൂണിന്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമുക്കൊരു ലേശം കുരുമുളക് പൊടി ഇടാം. ഒരു കുഞ്ഞു സ്പൂൺ 1 സ്പൂൺ ഇട്ടുള്ളൂ ഞാനിത്. പിന്നെ പാകത്തിന് എണ്ണ ഒഴിക്കാം. ഉപ്പിട്ടതിന് ശേഷം എണ്ണ ഒഴിക്കാം. എണ്ണ താണ്ട് ഞാൻ ഒഴിച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. തിരുമ്മി കൊടുക്കുമ്പോൾ ഇതിൻ്റെ മസാല എല്ലായിടത്തും പിടിക്കും. നല്ലതായിട്ട് തിരുമ്മാം. നമ്മളിവിടെ തിരുമ്മുമെന്ന് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം. ഈ തിരുമുന്നത് മസാല അതിലേക്ക് നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതായിട്ട് ഞെരടി തിരുമ്മുക. ഇത് റെഡിയാക്കി നമുക്കിനി അടുപ്പത്തേക്ക് കയറ്റാം. അടുപ്പത്തേക്ക് കയറ്റി ഇത് അടച്ച് വെച്ചിനി കുറച്ച് നേരം വേവിക്കാം. ലോ ഫ്ലെയിം ഇടണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത്. എന്നിട്ട് ലോ ഫ്ലെയിം ഇട്ടങ്ങ് വേവിച്ചാൽ മതി. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടിയത്. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള. ഒരു ചീനിച്ചട്ടി എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മളുടെ ഇഞ്ചി, ഞാനൊരു വലിയ ഇഞ്ചിക്ക് പകുതി ഇഞ്ചി എടുത്തത്. എന്നിട്ട് അത് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി നടുവേ കീറിയത് ഞാനൊരു കൈയുടെ അത്ര എടുത്തേക്കുന്ന ഇത്ര അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അതും കൂടെ ഇട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കാം. അതൊന്ന് ഇളകി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കും. ഒത്തിരി മൂക്കണ്ട. ചെറുതായിട്ട് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇച്ചിരി വെള്ളം കുടിക്കാം കേട്ടോ. ഇച്ചിരി സവാളയും കൊച്ചുള്ളിയും കൂടി ഇല്ലേ, കൊച്ചുള്ളി നമ്മൾ ചെറുതായിട്ട് നടുവേ കീറണം. അതും സവാള ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കുക. കുറച്ച് നല്ലതായിട്ട് ഇളക്കുക. ഇളക്കി അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ ലേശം ഉപ്പ് പെട്ടെന്ന് വെള്ളാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവാവണം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഓൾറെഡി മസാല ഇട്ടുകൊണ്ട് ഈ വട്ടം ഞാൻ ഇച്ചിരി കുറച്ചല്ല ഇടുന്നത്. ഇട്ടത് തന്നെ ഇട്ടാൽ മതി. ഒരു ലേശം നമ്മളിങ്ങനെ സ്ഥലം ഇട്ട് കൊടുക്കുന്നത് പൊടിക്ക് മൂക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇച്ചിരി മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 1.25 ടീസ്പൂണല്ല ആ സ്പൂണിന് മല്ലിപ്പൊടി ഇട്ടു. ഇനിയും കുറച്ച് മുളക് പൊടി നമുക്കിടാം. ഒരു 2 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവ് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ലേശം കൂടെ. എനിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് എരിവ് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇത് കാശ്മീരി ആയതുകൊണ്ട് ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മീറ്റ് മസാല അതിടാം. മീറ്റ് ഉലത്തിയ മസാല എന്നൊരു മസാല ഉണ്ട് ഇവിടെ, അതാണ് ഞാൻ ഇടുന്നത്. അതൊരു കൈയളവ് പാകത്തിനാണ് ഇട്ടേക്കുന്നത്. സ്പൂണൊന്നുമില്ല. ഒരു ഇത്രയേശം ഇട്ടിട്ടുണ്ട് പൊടിയായിട്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം ഇടാം. ലോ ഫ്ലെയിം ഇട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് ലോ ഫ്ലെയിം ഇട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. ആദ്യം ഉള്ളിയൊക്കെ മാറ്റി വെച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇടാം കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ്. അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതെല്ലാം കൂടെ ചേർത്ത് വീട്ടിൽ പൊടിച്ചതാണ്. ഇത് കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. പൊടി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് നല്ലതായിട്ട് എല്ലായിടത്തും ഇളക്കാം. ഇളക്കിയാൽ ഒരുപോലെ തീ എത്തുമ്പോഴത്തേക്കും ഒരു സൈഡോ മറ്റേ സൈഡോ മാത്രമായിട്ട് കരിഞ്ഞു പോകത്തില്ല. എല്ലാ സൈഡിലും ഒരുപോലെ എത്തും. ഇനി വഴന്നുള്ളി എല്ലാം കൂടെ നമുക്ക് നമ്മുടെ പന്നിയിലേക്ക് ഇടാം. പന്നിയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ഒരു പരുവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പന്നി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക.
പിന്നെ പന്നിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് കുരുമുളക് പൊടി. അപ്പോൾ നമുക്കിവിടെ കുരുമുളകും കൂടെ ആവശ്യത്തിന് ഇച്ചിരി മുന്നോട്ട് അത്രയും നല്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പോർക്ക് റോസ്റ്റ് അഥവാ പന്നി റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു.